ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് സെക്ഷനായി. നമ്മളിപ്പോൾ കാനഡയിലാണ്. ഇവിടെ വരുന്ന ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂ കമേഴ്സിന് വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. ഫസ്റ്റ് ടൈം കാർ വാങ്ങിക്കുന്നവർ വേറൊരു കൺട്രി. അപ്പം നമ്മളിപ്പം ബേസിക്കലി നോക്കുന്നത് ഇപ്പോൾ നമ്മൾ കാനഡയാണ് ഫോക്കസ് ചെയ്യണത്. അപ്പം ഈ ഒരു കൺട്രി പുതിയ സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വർക്ക് പെർമിറ്റ് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇനിഷ്യലി ഇവിടെ വണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല. അതെ, കാനഡയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാറില്ലാത്തൊരു ജീവിതം ഇവിടെ പറ്റത്തില്ല. അതെ, പ്രത്യേകിച്ച് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ശോകമാണെന്ന് തന്നെ പറയാൻ പറ്റും. ജാനുവരി ഫെബ്രുവരി മന്ത്സിൽ -20 -18 ഡിപ്പെൻസ് ഓൺ ദി ഏരിയ വരും. അപ്പം ഒരു 10-15 മിനിറ്റ് പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് ബസ് നോക്കി അത്രയ്ക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വണ്ടി ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ബേസിക് ഒരു 5K അണ്ടർ വരുന്നത് കുറച്ച് കാർസ് റിലയബിൾ ആയിട്ടും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടും ഉള്ള കുറച്ച് കാർസ് ആണ് നമ്മൾ ഈ എപ്പിസോഡ് ജസ്റ്റ് എല്ലാവർക്കും വേണ്ടി റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മേജറായിട്ട് വരുന്നൊരു ബ്രാൻഡാണ് ടൊയോട്ട. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ടൊയോട്ട, ഹോണ്ട. അതെ, അത് രണ്ടെണ്ണമാണ് ആദ്യം മനസ്സിലോട്ട് വരുന്ന രണ്ട് ബ്രാൻഡുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ടൊയോട്ട തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാറാണ് കൊറോള. ടൊയോട്ട എന്ന് പറയുമ്പോൾ പല മോഡൽസ് ഉണ്ട്. കൊറോള ഉണ്ട്, ക്യാമറ ഉണ്ട്. ഇപ്പം നമുക്കൊരു 5K അണ്ടറിൽ നോക്കുവാണെങ്കിൽ ഒരു 2001 to 2010 വരെയുള്ള മോഡലൊക്കെ പലതും അവൈലബിൾ ആണ്. അതെ, 2010 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 5000 എന്നൊരു ബഡ്ജറ്റിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അതെ. അപ്പോൾ ആ ഒരു 5000 ബഡ്ജറ്റിൽ ഒരു ഡീസൻറ്റ് മൈലേജ് ഓടിയ ഒരു 2010 താഴെയുള്ള ഒരു കൊറോള ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓഫ് കോഴ്സ് വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ വിൻ്റർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ മേജർ കൺസേൺ ആയിട്ട് വരുന്നത്. ഒരു 20 വർഷം പഴയ അല്ലെങ്കിൽ 25 വർഷം പഴയ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര റസ്റ്റ് സ്പോട്സ് കൂടുതലായിരിക്കും, അണ്ടർ ബോർഡ് റസ്റ്റും പാനൽ റസ്റ്റൊക്കെ. അപ്പം അത് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ടൊയോട്ട ഇപ്പോൾ എങ്ങനെ ഓടിയാലും ഒരു 300,000 400,000. അതെ, ഡിപ്പെൻസ് പ്രീവിയസ് ഓണർ എങ്ങനെ ടേക്കിംഗ് കെയർ ചെയ്തു എന്നുള്ളത് ബാധിച്ചിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് 300 to 350K ആവറേജ് ഓടും. ഇനി അതല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു ലക്ഷറി ആയിരിക്കണം, കുറച്ചും കൂടി ഒരു ഫുൾ സൈസ് സെഡാനിലോട്ടൊക്കെ പോകണം എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ ഓഫ് കോഴ്സ് ക്യാമറി പോകുന്നതായിരിക്കും. അതെ, ക്യാമറയ്ക്ക് പവറും ഉണ്ട്, കംഫർട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണോ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാറുകൾ വെച്ച് നോക്കുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ആ ഒരു സെഗ്മെന്റിൽ വെച്ച് ബാക്കിയുള്ള വണ്ടികൾ നോക്കുമ്പോൾ തീർച്ചയായും ക്യാമറി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ടൊയോട്ട കൊറോളയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1.8 ലിറ്റർ എഞ്ചിനാണ്. 1.8 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 110 അല്ലെങ്കിൽ 140 ഇതിനിടയിലുള്ള ഒരു ഹോഴ്സ് പവർ ബാൻഡിങ് കിട്ടും, ഒരു ബെറ്റർ ഗ്യാസ് മൈലേജും കിട്ടും. ഇപ്പോൾ നമുക്കൊരു റിപ്പയർ വന്നാൽ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യാം. ഒരുമാതിരിപ്പെട്ട വണ്ടി പണി അറിയാവുന്നവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ടൊയോട്ട എന്ന് പറയുന്നത്. അത് മാത്രമല്ല അതിന്റെ സ്പെയർ പാർട്സ് ചീപ്പർ ആയിരിക്കും. അടുത്തതെന്ന് പറയാനുള്ളത് നമുക്ക് ഹോണ്ടയാണ്. ഹോണ്ട സിവിക് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അക്കോർഡ് ഉണ്ട്. അതെ, അതിന് കുറച്ച് ഒരു അപ്ഗ്രേഡഡ് ആയിട്ട് വരുന്നതാണ് ഹോണ്ട അക്കോർഡ് വരുന്നത്. ഫുൾ സൈസ് സെഡാൻ നോക്കുന്നവർക്ക് അക്കോർഡ് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ സിവിക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ സിവിക്ക് നോക്കുക, നമ്മൾ 8th gen ആണ് അത്യാവശ്യം നല്ലൊരു ജനറേഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് 7th gen കുറെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ അവര് കുറച്ചും കൂടെ 2007-6 കഴിഞ്ഞുള്ള വണ്ടികളിൽ 8th gen വന്നെന്ന് പറഞ്ഞാൽ 1.6 ലിറ്റർ. അപ്പം ചെറിയ എഞ്ചിനാണ് പറഞ്ഞത്. അപ്പം അതിന് നല്ല ഗ്യാസ് മൈലേജ് ആയിരിക്കും. അതുപോലെ മെയിൻ്റനൻസ് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു സർവീസ് ഒക്കെ എപ്പോഴും ഒരു നല്ല 6,000-7,000 ഇന്റർവെൽസിലൊക്കെ ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ എങ്ങനെ പോലും ഒരു 400,000 വണ്ടി ഓടിക്കും. പിന്നെ വരുന്നതാണ് അക്കോർഡ്. അക്കോർഡ് എന്ന് പറയുമ്പോൾ പക്ഷേ V6 ഒക്കെ വരുന്നുണ്ട് ചില വണ്ടിക്കകത്ത്. അതെ, ഈവൻ 4 സിലിണ്ടർ. ഇപ്പൊ ഞാനിവിടെ കാനഡയിൽ വന്ന് ആദ്യമായിട്ട് എടുത്ത വണ്ടി ഒരു അക്കോർഡാണ്. അത് 2010 വണ്ടി. അതിൽ വരുന്ന എഞ്ചിൻ 2.4 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നു. അതിന്റെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ V6 എഞ്ചിനും ആയിരുന്നു. 2.4 ലിറ്റർ നമുക്ക് ഗ്യാസ് മൈലേജ് വ്യത്യാസം വരും, പക്ഷെ കംഫർട്ടും ഫീച്ചേഴ്സും കുറച്ചുകൂടെ നല്ലതായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത കാറായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ത 3 ആണ്. 2006-7 തൊട്ടിട്ട് വരുന്ന മോഡൽസ്. അപ്പം നമ്മൾ പറയുന്ന സെഗ്മെന്റിലെ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്, പിന്നെ ഒരു 2.5 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്, സെഡാൻ ഉണ്ട്, ഹാഷ് ബാക്ക് ഉണ്ട്. ഗ്യാസ് മൈലേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിക്കിന്റെ അത്ര നല്ല ഗ്യാസ് മൈലേജ് ഇല്ല. എന്നിരുന്നാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് 2 ലിറ്റർ മറ്റേ 1.6 ലിറ്റർ. അതെ, അപ്പൊ നമുക്ക് അത്രയും മൈലേജ് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും ഒരു 2.5 ലിറ്റർ വണ്ടി ഒരു ഫൺ ടു ഡ്രൈവ് കാറാണ്. പിന്നെ അടുത്ത വരുന്നതാണ് നമുക്ക് അക്യൂറ. അതെ. അപ്പം അക്യൂറ വരുമ്പോൾ അക്യൂറയുടെ സെയിം
ഇത് തന്നെ റിലയബിലിറ്റി ഒക്കെ നമുക്ക് ഹോണ്ടയുടെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അക്യൂറയ്ക്ക് തന്നെ അക്യൂറയുടെ TLും വരുന്നുണ്ട്, CSXും വരുന്നുണ്ട്. അക്യുറയുടെ സിവിക്കിന്റെ സെയിം ബോഡി വരുന്ന വണ്ടിയാണ് CSX. പക്ഷെ അതിനകത്ത് എഞ്ചിൻ വ്യത്യാസമുണ്ട്. എഞ്ചിൻ വ്യത്യാസമുണ്ട്. 8 ആക്യുറ CSX വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് അന്നേരം 2 ലിറ്റർ എഞ്ചിനാണ്. 8 സിവിക്ക് വന്ന 1.6ഉം ഇതിൽ വന്നത് 2 ലിറ്ററും ആണ്. ഗ്യാസ് മൈലേജ് ആ സിവിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 8 CSX നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ആണ്. പക്ഷെ എന്നാലും റിലയബിലിറ്റി ആസ്പെക്ട് നോക്കുമ്പോൾ അതെ, വണ്ടി റിലയബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ കൊറോള ആണേലും സിവിക് ആണേലും മസ്ദ ആണേലും ക്യൂറ ആണേലും ഇതെല്ലാം നമുക്ക് ഇൻഷുറൻസ് വൈസ് നോക്കുമ്പോഴും റേറ്റ് കുറഞ്ഞു കിട്ടുന്ന ഒരു കാറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് ഈ വണ്ടികളുടെ പ്ലസ് പോയിന്റ്സ് പോലെ തന്നെ ഇതിന് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും നോക്കണം. മസ്ദ എടുക്കാൻ പോകുന്നവർ നോക്കേണ്ട കാര്യമാണ്. ഓട്ടോമാറ്റിക് വണ്ടികളാണെങ്കിൽ അതിൻ്റെ അകത്ത് മേജറായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ ട്രാൻസ്മിഷൻ മൊഡ്യൂളിന് കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. പിന്നെ വേറൊരു മേജർ ഇഷ്യൂ ആണ് വരുന്നത് റസ്റ്റ്. ഈ ബാക്കിലത്തെ ക്വാർട്ടർ പാനലിലും ട്രങ്കിലും ആണ് മെയിൻ റസ്റ്റ് സ്പോട്സ്. പിന്നെ ഹുഡിലും പിന്നെ അണ്ടർബോഡി തീർച്ചയായും അതെ മെയിൻ റസ്റ്റ് സ്പോട്സ് ആണ് മസ്ദ 3ക്ക്. അതുപോലെ തന്നെ സെയിം പ്രോബ്ലം ആണ് സിവിക്ക് 8 ജെന്നിനുള്ള ഗീലാർച്ചിൽ റസ്റ്റ് ഉറപ്പാണ്. പിന്നെ അണ്ടർബോഡി റണ്ണിങ് ബോർഡിന്റെ അവിടെ റസ്റ്റ് വന്ന് പോകും. അതെ, റോക്കർ പാനലില് ഇതെല്ലാം ഒരു മേജർ സ്പോട്ടുകളാണ്. വണ്ടി എടുക്കുമ്പോൾ മാക്സിമം അണ്ടർബോഡി നോക്കുക. അതുപോലെ ഈ റസ്റ്റ് ബോർഡർ ഒന്നും നമുക്ക് ഇവിടെ സേഫ്റ്റി പാസ് ആവത്തില്ല. സേഫ്റ്റി പാസ് ആയില്ല നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പോയി കണ്ട കുറേ സിവിക്കുകളിൽ ഞാൻ പേഴ്സണലി നോട്ടീസ് ചെയ്ത കാര്യമാണ് അതിൻ്റെ AC കംപ്രസർ ഫെയിലിയർ ഒത്തിരി കാണുന്നുണ്ട്. AC കംപ്രസർ അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിക്സ് ആണ്. പിന്നെ ടൊയോട്ടയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റസ്റ്റ് ഇഷ്യൂ ഒരു കൺസേൺ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹോണ്ടേനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് റസ്റ്റ് ഏറ്റവും കൂടുതൽ റസ്റ്റ് വരുന്നതാണ് 8 ജെൻ സിവിക്കും മസ്ദ 3യും. പിന്നെ വേറെ ഒരു കാര്യം മിസ്സായി പോയെന്ന് പറഞ്ഞാൽ 8 ജെൻ സിവിക്കിന്റെ പെയിന്റ് ഫെയ്ഡിങ്. അതെ, പെയിന്റ് ക്ലിയർ കോട്ട് പീലിംഗ് 8 ജെൻ സിവിക്കിന് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ സെയിം 8 ജെൻ CSXലും ക്ലിയർ കോട്ട് പീലിംഗ് ഭയങ്കര ഇഷ്യൂ ആണ്. ആ ജനറേഷൻ 2006 ടു ഒരു 10 റേഞ്ചിൽ ഇറങ്ങിയ വണ്ടിയൊക്കെ മിക്കതിനും ഈ ഒരു ഇഷ്യൂ ഉള്ളതാണ്. അക്യൂറ ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക് അല്ലെങ്കിൽ ഒരു ഓടിച്ച് നടക്കാൻ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് വൈസ് നോക്കുന്ന റിലയബിൾ കാറാണ് ഈ ബഡ്ജറ്റിനുള്ളിൽ നോക്കുന്നതെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ടൊയോട്ട സെലീക്ക, പിന്നെ ഉള്ളതാണ് ക്യൂറയുടെ RSX. രണ്ടിനെയും ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂപ്പാണ്, 2 ഡോർ ആണ്. സെലീക്ക 2 മോഡൽസ് ആണ് വരുന്നത്. സെലീക്ക GTയിൽ വരുന്നത് കൊറോളയിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം എഞ്ചിനാണ്. പക്ഷേ സെലീക്ക GTS വരുന്നത് 2cc എഞ്ചിനാണ്. 2cc GTS എന്ന് പറയുമ്പം സെലീക്കയുടെ ഒരു പെർഫോമൻസ് മോഡലായിട്ടാണ് അവർ പറയുന്നത്. അത് യമഹ ഡിസൈൻഡ് എഞ്ചിനാണ്. 2cc എന്ന് പറഞ്ഞാൽ യമഹ ഡിസൈൻഡ് ഹൈ റവ് എഞ്ചിനാണ്. അപ്പോൾ അതൊരു 8000 to 9000 RPM വരെ റവപ്പ് ചെയ്യും. 2cc അല്ലെങ്കിൽ GTS മോഡൽസിന് കുറച്ച് റേറ്റ് കൂളാണ്. മിനിമം ഒരു 5500 റേഞ്ചിലൊക്കെ നല്ല വണ്ടി കിട്ടും. അപ്പം GT നോക്കുന്നെങ്കിൽ എങ്ങനെ പോലെ ഒരു 3000 to 5000 റേഞ്ച് അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ട്. ഇപ്പം GTയിലും GTSലും വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 1.8 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഗ്യാസ് മൈലേജ് നോക്കുവാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് കിട്ടും. സെലീക്കയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹോണ്ട സിവിക്കിൽ 8 ജെൻ സിവിക്കിൽ ഉണ്ടായിരുന്ന പെയിന്റ് പീലിംഗ് ഇഷ്യൂ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡൗൺ സൈഡ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളൊരു മോഡലാണ് അക്യൂറയുടെ RSX. അതും കൂപ്പാണ് വരുന്നത്. RSXന്റെ തന്നെ 2 വേരിയന്റ് ഉണ്ട്. ബേസ് മോഡൽ RSXും വരുന്നുണ്ട്, അക്യൂറ ടൈപ്പ് എസ് വരുന്നുണ്ട്. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ടൈപ്പ് എസിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു പവർ ഫിഗേഴ്സ് വ്യത്യാസം വരുന്നു. റിലയബിലിറ്റി വൈസ് രണ്ടും അത്യാവശ്യം നല്ലതാണ്. ഹോണ്ടയുടെ എഞ്ചിൻ തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഹോണ്ട കൊണ്ടുപോയി നടക്കുന്ന പോലെ തന്നെ RSX കൊണ്ടുപോയി നടക്കാം. ഇതൊക്കെയാണ് ഫസ്റ്റ് ടൈം കാർ എടുക്കാൻ നോക്കുന്നവർക്ക് ഓപ്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന വണ്ടികൾ. നിങ്ങളൊരു വണ്ടി എടുക്കാൻ നോക്കുന്നവരാണ് ഇതെല്ലാം നോക്കുക. ജസ്റ്റ് ഒരു ബീറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കണ സമയത്ത് ജസ്റ്റ് ഓടിക്കാനൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയൊക്കെ മതി. അതെ, അതിൻ്റെ കാര്യമുള്ളൂ. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കാനഡയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാലത്ത് വലിയൊരു ലോൺ എടുത്ത് തലയിൽ വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ലയബിലിറ്റി ഇപ്പൊ നമുക്ക് പുത്തൻ വണ്ടി എടുത്തില്ല, ഇത്ര ലയബിലിറ്റി എടുത്ത് വെക്കണ ഒരു കാര്യമില്ല. ബേസിക് നീഡ്സ് നടക്കുക, നമ്മളൊന്ന് സ്റ്റേബിൾ ആയിട്ട് ഈ വണ്ടിയിലോട്ട് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ, പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം കാർ കാനഡയിൽ ലോൺ ചെയ്യുന്നവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കാർസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം കൂടുതൽ കണ്ടന്റ്സുമായിട്ട് ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം. അപ്പം പീസ്.